ഇന്ന് മറ്റൊരു കൃഷി വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങക്ക് ഇവിടെ വാങ്കേന്നാണ് കേട്ടോ പറയുക. ഇത്രയും സ്ഥലങ്ങളിൽ വഴുതനങ്ങയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പോഴേ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അതിലൊരാളെ കൂടെയാണ് ഞാനിപ്പോൾ അവർ പറിക്കുന്ന അടുത്തേക്ക് പോണത്. നല്ല മുള്ളുണ്ട് കേട്ടോ. വഴുതനങ്ങയുടെ മരത്തുമ്പോൾ മുള്ളുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ തോട്ടത്തിലാവുമ്പോൾ രണ്ട് സൈഡിൽ നിന്നാകുമ്പോൾ ഒരുപാട് മുള്ളുകളുണ്ട്. ഇവർക്ക് ഇവിടെ പണി ആഴ്ചയിൽ 2 ദിവസമാണ് ഉണ്ടാവുക എന്നാണ് അവർ പറഞ്ഞത്. ആഴ്ചയിൽ 2 ദിവസം, മറ്റേ ആഴ്ചയാകുമ്പോഴത്തേന് ഇതൊന്നും മൂത്ത് റെഡിയാവും. നല്ല ഭംഗിയാണല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ കാണാൻ. പിന്നെ ഞങ്ങൾ എത്തിയുന്ന സമയത്ത് അവിടെ ഇവരിത് കൊണ്ടുവന്ന് വന്നിടുന്നത് നല്ലത് ചീത്തതൊക്കെ വേർതിരിച്ച് നല്ലത് നോക്കിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. വഴുതനങ്ങ ചെറുതിനാണ് കേട്ടോ ഏറ്റവും വില കൂടുതൽ. നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന മാതിരി അവരിതിൻ്റെ തണ്ട് പോലും കളയാതെയാണ് കേട്ടോ ഇത് വെക്കുക. അങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് ഒരു വഴുതനങ്ങ മൊത്തമാണ് അവരിട്ടിട്ട് കൂട്ടാൻ വെക്കുക. ഈ കാണുന്ന കിണറ്റിൽ നിന്നാണ് കേട്ടോ അവരിത് വെള്ളമൊക്കെ നനക്കുന്നത്. വലിയ കിണറാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വല്ലാണ്ട് ഫോൺ കൊണ്ടുപോയില്ല, ഫോണെങ്ങാനും വീണ് പോയാലോ. പിന്നെ ഈ കൂട്ടിയിട്ടിരിക്കുന്ന വഴുതനൊക്കെ കേട് വന്നതാണ് കേട്ടോ. കേട് വന്നതാണ്. അവരതൊന്ന് സെലക്ട് ചെയ്തിട്ട് നല്ലതെടുത്തിട്ട് ബാക്കി ഒഴിവാക്കിയതാണിത്.
എന്നത് കക്കരിക്കയാണ് കേട്ടോ. കക്കരിക്കൊക്കെ ഇവിടെ കാക്കിടി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.